മാതൃത്വം, സ്നേഹം, സാഹോദര്യം. പാട്ട് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. സിനിമയ്ക്ക് ശേഷം പാട്ട് ആവശ്യമുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ്. ഒരു പാട്ട് എനിക്ക് തരണം. അത് താങ്കളെയും സംവിധായകനൊക്കെ ഞാൻ അതിന് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇപ്പോഴും നമ്മളെ പേടിപ്പെടുത്തുന്ന കുറെ പിന്നെ പോയ ആളുകളൊക്കെ മരിച്ച കഥകളാണ്. കുട്ടികളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇതിൽ പോണ ഒരു പാട്ടാണ് അത്. എന്നുള്ള നമ്മുടെ മൂവിയിൽ 4 പാട്ടുകൾ. അപ്പോൾ അതിൽ ഒറിജിനലി ശരിക്കും സ്ക്രിപ്റ്റിൽ ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തോമസ് സാറോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ് സമയത്ത് തന്നെ നമുക്ക് തോന്നി തുടങ്ങി കുറച്ച് പാട്ടുകളും കൂടെ വരും, പക്ഷെ അപ്പോഴും ഉറപ്പായിട്ടില്ല. ഷൂട്ടിങ് കഴിഞ്ഞു, എഡിറ്റിംഗ് ടേബിളിലാണ് ശരിക്കും 4 പാട്ടുകൾ വേണമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ വരുന്നത്. അതിങ്ങനെ തോന്നി വന്നു, നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഓരോരോ സിറ്റുവേഷന് മാച്ചിങ് ആയിട്ട് പാട്ടുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 പാട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തോമസ് സാർ ആദ്യം പറഞ്ഞു ഒരു പാട്ട് റഫീഖ് അഹമ്മദ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അപ്പോൾ ഏത് പാട്ടാണെന്നുള്ളത് നമുക്കൊരു തീരുമാനം. അപ്പോൾ രണ്ടാമത്തേത് ഒരു ട്രൈബൽ ഫോക്ക് രീതിയിലുള്ളതാണ്, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഫിക്സ്ഡ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നു. പിന്നെ മൂന്നാമത്തേത് ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് സോങ് ആണ്, നിതീഷ് നാടേരി, അത് ഫിക്സ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു പാട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 4ാമത്തെ പാട്ട് ഞാൻ എഴുതി. അങ്ങനെ 4 പാട്ടുകളാണുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് അന്ന് തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ഇതിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം, പാട്ടിനെ കുറിച്ച് മൊത്തത്തിൽ സംസാരിക്കണം എന്ന് വെച്ചാൽ. ഇപ്പോഴാണ് അതിന് അവസരം വന്നത്. സത്യത്തിൽ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ വിസ്മയകരമായിട്ടുള്ള അപൂർവമായിട്ടൊരു സംഗതിയാണ്. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് സിനിമകളിൽ ഞാനും ചന്ദ്രശേഖരനും നിതീഷൊക്കെ പാട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു സംഗതിയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാട്ടെഴുതിയ ആളുകളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പലപ്പോഴും ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സിനിമ ചലച്ചിത്ര ഗാനങ്ങളുടെ തന്നെ അതിൻ്റെ രീതികളും രൂപഭാവങ്ങളൊക്കെ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സിനിമയ്ക്ക് ശേഷം അത് ആവശ്യമുണ്ടോ? അതാണ്. സിനിമയിൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടായിരിക്കാം, സിനിമയ്ക്ക് ശേഷം പാട്ട് ആവശ്യമുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ്. നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പല പാട്ടുകളും സിനിമയ്ക്ക് ശേഷം ഉള്ളതാണ്. നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ട് ആസ്വദിക്കുന്ന പല പാട്ടുകളിലും ഏത് സിനിമയിലാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതിന് ശേഷം ഒരു ആയുസ്സുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ തിരഞ്ഞെടുത്തതും ഈ പാട്ടുകൾക്ക് അർഹിക്കുന്ന ഒരു ബഹുമാനം കൊടുത്തതും വളരെ നമ്മുടെ ഒരു മലയാള ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അത് താങ്കളെയും സംവിധായകനൊക്കെ ഞാൻ അതിന് സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഈ എന്നുള്ള ഒരു 2 അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു മാജിക് ഉണ്ട്. എന്ന് പറയുന്ന സ്വരാക്ഷരങ്ങളിലെ ഒരുപക്ഷെ അപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, പക്ഷേ എന്നുള്ളത് അമ്മയാണ്, അതോടൊപ്പം 2 അക്ഷരങ്ങളുമാണ്. അപ്പോൾ സിനിമ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയുമെങ്കിലും ഇത് വ്യത്യസ്തം തന്നെയാണ്. കാരണം ഇന്നത്തെ സിനിമകളിൽ മിക്കവാറും ഒരു 85% ഈ പ്രതികാരവും അക്രമവും രക്തവും ചോരയും ഹിംസയൊക്കെയാണ്. അത് വിട്ടുകൊണ്ട് മാതൃത്വം, സ്നേഹം, സാഹോദര്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ലോകത്തുണ്ട്. മനുഷ്യരുടെ ഇടയിൽ അതും കൂടി ഉണ്ട്, ഒരു അക്രമം മാത്രമല്ല എന്നുള്ളതും കൂടി കാണിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിലൊരു പാട്ട് എഴുതാൻ, പ്രത്യേകിച്ചും ഒരു ലല്ലബി പോലുള്ളൊരു സോങ്. പിന്നെ ഗോപിസുന്ദർ പുതിയ കാലഘട്ടത്തിലെ വളരെ പ്രതിഭാശാലിയായിട്ടൊരാളാണ്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള പാട്ടുകളും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു പാട്ട് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷവും അതിൽ അവസരം തന്നതിൽ എല്ലാവരോടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം തോമസ് സാറ് വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പിന്നീട് ഞാൻ മുഴുവൻ സംസാരിച്ചത് പ്രസാദമായിട്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു കാര്യം കവന്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ചാണ്. ഒരു മലയോര ഗ്രാമമുണ്ട്. പോയ കാലത്ത് അവിടെ ആരും ചെല്ലാറില്ല, സ്ഥലം ആരും കാണാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ പോയ ആളുകളൊക്കെ മരിച്ച കഥകളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആളുകളെ ആകെ വിസ്മയിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരിടത്ത് എത്തുന്ന ഒരു കഥ. അവിടെയാണ് നേരത്തെ റഫീഖ് പറഞ്ഞ കുറേ കാര്യങ്ങൾ വരുന്നത്. സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ ചേർത്തിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു നിലയ്ക്ക് എങ്ങനെ ഒരു സർഗാത്മകത സൃഷ്ടിച്ചുകൊണ്ടൊരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ഭാവുകത്വം ഈ സിനിമയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൈപ്രസാദ് പോലുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും വിളിക്കേണ്ട ആളുകളെ എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്ത് ഒരുമിക്കലാണ് സിനിമ. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഏത് വശത്താണ് ആര് നിൽക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ കവന്ത എന്നുള്ള സ്ഥലം
അത് നമുക്ക് നമ്മുടെ ഭാവനയിൽ മാത്രമുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പം മാറിക്കഴിഞ്ഞു. കാരണം ആ ഗ്രാമപ്രദേശത്തൊക്കെ ആളുകൾ താമസിക്കാനൊക്കെ തുടങ്ങിയല്ലേ അതെ. ഇപ്പൊ. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തേക്ക് മാറി. പക്ഷെ ആ സ്ഥലം ഇപ്പോഴും നമ്മളെ പേടിപ്പെടുത്തുന്ന കുറെ സ്ഥലങ്ങളുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ആ രീതിയിലാണ് എൻ്റെ പാട്ട് പോയിട്ടുള്ളത്. കണ്ണത്താ ദൂരത്ത് കനവിൻ്റെ കനലുണ്ടേ, നീരറ്റ ചോലയിലെങ്ങോ ഒരു ഉറവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ പോണ ഒരു പാട്ടാണ് അത്. കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട്. അങ്ങനെയാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് കുട്ടിയുടെ ഫസ്റ്റ് ഫിലിം ഓ സോങ്. അതല്ല, നന്നായി പാടിയിട്ടുണ്ട്. ഒരു ആ ഫോക്ക് എലിമെന്റ് പാട്ടിനകത്തുണ്ട് അല്ലേ? ഈ മ്യൂസിക് ഡയറക്ടർ ഗോപിസുന്ദരനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ആ കുട്ടി ആ ഒരു ഫോക്ക് ഉള്ളത് ആ നന്നായി. അത് നന്നായിട്ട് വന്നു. ആ ശബ്ദത്തിനൊരു അതാണ് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പോസിറ്റീവ് അംശം തന്നെയാണ്. നിതീഷേ? ഞാൻ എന്നെ എൻ്റെ സുഹൃത്ത് വിജിത് ബാലയാണ് വിളിക്കുന്നത്. സിനിമയുടെ എഡിറ്റർ. അതെ, എഡിറ്റർ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് എഴുതാനുണ്ട്, തോമസ് സെബാസ്റ്റ്യൻ എന്നാണ് സംവിധായകൻ, എന്ന് കാണണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ടു, ആ പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു, എനിക്ക് വിഷ്വലൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയാണ് അത് എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പോഴും ഞാൻ അറിയുന്നില്ല ബാക്കി ആരൊക്കെയാണ് പാട്ട് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പാട്ട് എഴുതി കഴിഞ്ഞ് പിന്നെയാണ് അറിയുന്നത് റഫീഖ് അതിലൊരു പാട്ട് എഴുതി കഴിഞ്ഞു, എങ്ങണ്ടിയൂർ അതിൽ പാട്ട് എഴുതുന്നുണ്ട്, കവിപ്രസാദ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് പിന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനിപ്പോൾ ഈ ഒരു നിരയിൽ ഒരു പാട്ട് കൂടി ചേർത്ത് നമുക്കും കൂടി ചേരാൻ പറ്റുന്നു എന്ന് പറയുന്നൊരു സന്തോഷം പിന്നെയാണ് ഉണ്ടാകുന്നത്. ആദ്യം എഴുതുമ്പോൾ അത് അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് കുറേ കാലമായി തോന്നുന്നു, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥ മലയാള സിനിമ കണ്ടിട്ട്. അപ്പോൾ അത്തരത്തിലൊരു സബ്ജക്റ്റ് കൊണ്ടുവന്നതിൽ ഈ ഒരു ടീമിനോട് ഭയങ്കര സ്നേഹമുണ്ട്. അങ്ങനത്തെ സബ്ജക്റ്റുകൾ വരട്ടെ, ഈ ഒരു സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ, സംസാര വിഷയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. എനിക്കും ചന്ദ്രശേഖരനൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഏറ്റവും പുതിയ തലമുറയിലെ പാട്ടെഴുത്തുകാരോടൊപ്പം സഹകരിക്കാൻ പറ്റുന്നുള്ളത് അങ്ങനെയും കൊണ്ട് എടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ കവിയുടെ ഞാൻ ഈ നിതീഷിൻ്റെ പാട്ടിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പാട്ടുകളെല്ലാം തമിഴിലേക്ക് നമ്മൾ ചെയ്തു. കാരണം ഈ സിനിമ തമിഴിലും കൂടെ വരാനുള്ള സാധ്യത മുന്നിട്ടുണ്ട്. തമിഴിലേക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ 3 പേരുടെയും പാട്ടുകൾ ചെയ്തു. നിതീഷിൻ്റേത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രോബ്ലം. അപ്പോൾ അവർ പറഞ്ഞു വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള വാക്കുകളാണ്, നമുക്ക് ഈ തമിഴിൽ ഇതിന് ഇക്വലൻ്റ് കിട്ടുന്നില്ല. സാധാരണ ഇത് നേരെ തിരിച്ചാണ്, കാരണം തമിഴിൽ നല്ല ക്യൂട്ട് വാക്കുകളുണ്ട്. അപ്പോൾ നിതീഷിൻ്റെ ചില പ്രയോഗങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഹാപ്പിയാണ്, പക്ഷെ അവർ പറഞ്ഞില്ല ഞങ്ങൾ ഹാപ്പി ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. വ്യത്യസ്ത 4 പാട്ടുകൾക്കും വ്യത്യസ്തമുണ്ട്. അതാണ് നാല് തരത്തിലുള്ള ജോണർ എന്നൊക്കെ പറയില്ലേ, 4 ജോണറിലോ. നിതീഷിന്റെ അല്ല കവിയുടെ പാട്ടിനെ പറ്റി പറയൂ. എൻ്റെ പാട്ടിനെ പറ്റി എനിക്ക് ഒരു സങ്കടമില്ല, സങ്കടമൊന്നുമില്ല. നമ്മുടെ പാട്ടുകൾ പുറത്തു വിടാൻ പറ്റാത്ത പാട്ട് ശരിക്കും എൻ്റെ, കാരണം അതൊരു കുറച്ച് സിനിമയായിട്ട് അത്രയും ബന്ധമുള്ള വരികളും അതുപോലെയാണ്. പിന്നെ കുഴപ്പമില്ല, അല്ല സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല. തീർച്ചയായും അതിൻ്റെ ഈണം അതിൻ്റെ എൻഡിൽ ഭയങ്കര എന്താ പറയുക, ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. എനിക്ക് പൊതുവെ തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ എല്ലാവരും ഫേസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഈണത്തിനനുസരിച്ച് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ആദ്യം വരും നമ്മളൊരു ജന്മതാളം വെച്ചിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ശീലമായി. എങ്കിൽ തന്നെയും ഇത് എന്നും പറഞ്ഞങ്ങ് പോവാണ്, മറ്റേ ഈ അരിമുരളി 20 പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അത്രയും അത് ഹൈപ്പിച്ചുകൊണ്ട് തന്നെയല്ല, അതൊരു അത്രയും നീണ്ടു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ ഇരുന്ന അക്ഷരം നമ്മൾ സൂക്ഷിച്ചിടണമല്ലോ. നമുക്ക് അകലേന്നിടാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഇതൊന്നും കൊണ്ട് ഇരുവർന്നൊന്നും ഇടാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇടുന്നു. അപ്പം അതിൽ തന്നെ അവർക്ക് ഇപ്പോൾ ആന്നും നീട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗോവിസുന്ദർ തന്നെയാണ് പറഞ്ഞത്, എന്ന് വരുന്ന രീതിയിലുള്ള ഒരു സംഭവം തുടങ്ങുവാണെങ്കിൽ എന്ന് വരുന്നതാണെങ്കിൽ അതൊരു ഹമ്മിങ് പോലെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇനി സൂര്യാസ്തമയം എന്നാണ് സംഭവം, സൂര്യാസ്തമയം എന്നങ്ങ് പൊക്കോളും. അപ്പം നമുക്ക് പാടുന്നവർക്ക് അതിൻ്റെ ഇതാണ്, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റില്ല. വാക്ക് തന്നെ ലോകം മുഴുവൻ കുട്ടികൾ ജനിക്കുമ്പോ അതെ 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 വെച്ചിട്ടുള്ള ഒരു ശബ്ദം ആണല്ലോ അമ്മയ്ക്ക് എല്ലാ ഭാഷയും പറയുന്നത്. അപ്പൊ അതിന്റെ പ്രസക്തി ആളുകൾക്ക് മനസ്സിലാവും പറ്റും. കുറച്ച് അത് നല്ലൊരു ആലോചന ചിന്തയിൽ എന്തായാലും വരുന്നതാണ് ആ പേരിന്റെ ആ പേരിൽ ആലോചന. അത് മൂവി നമ്മൾ ഈ സിനിമ പേരിട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഏറ്റവും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, സ്ട്രഗിൾ ചെയ്തതുമായ ഒരു സംഭവം ഈ പേരിടലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നൊക്കെ. പക്ഷെ സിനിമ കണ്ടവരെല്ലാം പറഞ്ഞത് നമുക്ക് കയറുന്നതിന് മുമ്പ് പല സംശയങ്ങളും തോന്നും, പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഇതിലും നല്ലൊരു പേര് ഇതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ ഹാപ്പിയായി. നല്ല ഒരു പേര് തന്നെയാണ്, നല്ല പേരാണ്. പിന്നെ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളുടെ കൈത്തിറക്കം വന്ന ഒരാളായി പകറിയിട്ടുണ്ടാണ്. ചെയ്ത പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആളുടെ ഒരു കരുത്ത് ഇതിൽ ഉണ്ടാവുന്നുള്ളത് ഉറപ്പല്ലേ.
പിന്നെ ഞങ്ങൾക്ക് വെച്ചാൽ ഈ പാട്ടുകളോട് നിങ്ങൾ കാണിച്ച ഒരു പരിഗണന വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പുതിയ ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമയുടെയും പ്രത്യേകിച്ച് മലയാള സിനിമയുടെയും ഒരു സവിശേഷതയാണ് ഇതിൽ പാട്ടുകൾ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് പാട്ട് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, പാട്ടില്ലെങ്കിലും സിനിമ പോവും, നല്ല സിനിമയാണ് ഓടും. പക്ഷേ പാട്ടുകൾ ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ കാത്തിരിക്കുന്നുണ്ട് നല്ല പാട്ടിന് വേണ്ടിയിട്ട്. അത് സിനിമയിലൂടെ വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ സിനിമ എത്ര നല്ല മികച്ച സിനിമയാണ് ഒരു 100, 200, 300 ദിവസം ഓടിക്കഴിഞ്ഞാലും കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സിനിമ ഓർമ്മിക്കപ്പെടുന്നത് ചിലപ്പോൾ പാട്ടിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ഒരു പല കാര്യങ്ങളും സ്റ്റണ്ട് പോലെയോ അല്ലെങ്കിൽ നൃത്തം പോലെയോ അങ്ങനെ ഒരു കാര്യം മാത്രമായിട്ടാണ് പാട്ടിനെ കാണുന്നത് ഇപ്പോൾ പുതിയ കാലത്ത്. അതിനപ്പുറത്ത് അതിനൊരു മൂല്യമുണ്ടെന്നുള്ളത് നിങ്ങൾ കാണുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊന്ന് ഇങ്ങനെ ഈ ഒരു സംഭവം ശരിയാണ്. ഇപ്പോൾ പാട്ടുകൾക്ക് പ്രാധാന്യം കുറഞ്ഞ് പാട്ടേ വേണ്ട, ഉണ്ടെങ്കിൽ തന്നെ അതൊരു 1 മിനിറ്റ് അങ്ങനെയൊക്കെയായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയോ വന്നുപെട്ട ഒരു സംഭവമാണ്. ആക്ച്വലി ആവശ്യക്കാർ ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല വരികൾക്ക് പ്രാധാന്യവും, ഇപ്പോൾ ചിലർ പറഞ്ഞു പാട്ടുണ്ടെങ്കിൽ തന്നെ സംഗീതത്തിനാണ് പ്രാധാന്യം, വരികൾക്ക് വേണ്ട. പക്ഷെ അങ്ങനെയല്ല, അത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഇപ്പോഴും ചില പാട്ടുകൾ എടുത്ത ആൾക്കാർ അതേക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യുന്നു കേൾക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് ആ ഒരു സംഭവം ഉണ്ട്. നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് അവരത് സ്വീകരിക്കുക. തന്നെയാണ് അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ ജയേട്ടപ്പം മരിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടൊരു പാട്ടാണ് ഹൃദയേശ്വരി നിന്റെ വീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. അതിന് പകരം ല 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 അതാണ് ഒരു കാര്യമില്ല. അതിൽ വരികൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പ്രധാനം തന്നെയാണ്. ഏത് സിനിമയിലെന്ന് എനിക്ക് ഓർമ്മയില്ല അത്, പക്ഷെ നമ്മൾ ആ വരികൾ ഓർക്കുന്നു, ആ ശബ്ദം ഓർക്കുന്നു. അത് മലയാളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൂടി എന്നുള്ള ചിത്രത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും പഴയ കാലത്ത് പാട്ടുകൾ കേട്ടിട്ട് സിനിമയ്ക്ക് പോയിട്ടുള്ള ഒരുപാട് ഉണ്ടല്ലോ എത്രയോ സിനിമകൾ അങ്ങനെ ഉണ്ടായിരുന്നത്. പോയ കാലത്ത് മുഴുവൻ നമ്മളത് നോക്കുക, അതിൻ്റെ അടിയിലുണ്ടാവും, പോസ്റ്ററിന്റെ അടിയിൽ വയലാർ ദേവരാജൻ, ഭാസ്കരൻ നമ്മൾ നോക്കിയിട്ടാണ് വയലാറിൻ്റെ അത് കണ്ടിട്ട് പോകുന്ന ആൾക്കാർ. അതെ, തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സിനിമാ കൊട്ടകയുടെ മുമ്പിൽ സിനിമ കാണാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും, അതിന് പുറത്ത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരു കാലത്ത്. പണ്ടൊക്കെ അതുപോലെ ആദ്യം തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യില്ല, പ്രീ പ്രൊഡക്ഷനിൽ തന്നെ പാട്ട് വന്നിട്ട് ആദ്യം അതാണല്ലോ. നമ്മുടെ കേസിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. നമ്മൾ ഒരു പാട്ട് പോലും, പിന്നെ നമ്മളൊരു മൂഡ് കിട്ടാൻ വേണ്ടി ചില പാട്ടൊക്കെ റെഫറൻസ് ഒക്കെ ഇട്ടിട്ടൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ അതുപോലെ പഴയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ സ്ക്രീനിൽ ആദ്യം കാണിക്കുക വയലാർ അല്ലെങ്കിൽ ജി ഭാസ്കരൻ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പേര് ഈ യൂട്യൂബിൽ പോലും അതിലൊന്നും പോലും ഇല്ല. അപ്പൊ പലപ്പോഴും എല്ലാം ഇഷ്ടപ്പെട്ടു അവരില്ല. അപ്പൊ അതിനകത്ത് ഈ ഡ്രൈവറുടെ പേരുണ്ടാവും, മറ്റേ ഫുഡ് സപ്ലൈ ചെയ്ത പേരുണ്ടാവും, എല്ലാം ഉണ്ടാവും, നമ്മുടെ പേരുണ്ടാവില്ല. അങ്ങനെ വായിക്കാൻ പറ്റില്ല, അതൊരു പ്രത്യേക ചതുരത്തിലുള്ള അക്ഷരത്തിലായിരിക്കും. നമ്മളെ പോസ്റ്ററിൽ ഞാൻ നല്ല നമ്മളൊക്കെ അത് ഇതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരാണ്, പാട്ടിന് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വാല്യൂ അതിന് കൊടുക്കേണ്ടതുണ്ട്. പുതിയ സിനിമകളിൽ ഒരുപാട് സാങ്കേതികമായിട്ട് വന്നിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രമേയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് ആവിഷ്കരിക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ പഴയ സിനിമകളൊക്കെ അപേക്ഷിച്ച് ഇന്നത്തെ സിനിമ വളരെ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഴയ സിനിമകൾ ഇപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകളോ അല്ലെങ്കിൽ പിന്നെ മൂലധനമോ അല്ലെങ്കിൽ പഴയ എടുത്തു കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ് ആ സിനിമ. ഇന്നത്തെ സിനിമ 2.5 മണിക്കൂറാണ്. പക്ഷേ ഇന്ന് പുതിയ സിനിമ 2.5 മണിക്കൂർ നേരം നമുക്ക് വളരെയധികം സന്തോഷത്തോടെ അതിൽ മുഴുകി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും നിൽക്കുന്നില്ല. കുറേ അടിപിടി, കുറേ രക്തക്കളി, കുറേ പ്രതികാരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അന്വേഷിച്ചിട്ട് ഒരു കേസ് അന്വേഷിച്ച് അത് ഒരു മറുപടി കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പത്മരാജൻ്റെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള രഞ്ജിത്തിൻ്റെ സിനിമകളിലുണ്ട്. അങ്ങനെ ഒരു ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഗതി വരുന്നില്ല. അങ്ങനെ ഒരു സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് വിമർശനമായിട്ട് പറയുന്നതല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. കൃത്രിമമായിട്ടുള്ള അഭിനയമില്ല, പിന്നെ സാങ്കേതികമായിട്ട് ഒരുപാട് നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെയാണല്ല. പക്ഷേ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതാണ് എനിക്ക് കുഴപ്പമുള്ളത്. ഇപ്പോൾ ഈ സിനിമയൊക്കെ എനിക്ക് എന്തെങ്കിലും തരും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ, എപ്പോഴെങ്കിലും നമ്മുടെ ഒരു അലസ നിമിഷങ്ങളിൽ ആ സിനിമയിലെ ഒരു രംഗമോ ഒരു ഡയലോഗോ ഒരു സംഗതിയോ ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ നിന്റെ സിനിമ കൊണ്ട് കാര്യമൊന്നുമില്ല. പഴയ കാലത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല നോവലുകൾ, കഥകൾ ഒക്കെ കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് അപ്പോൾ അത് വെച്ചാൽ അതിനൊരു ഓർഡർ ഉണ്ടാവും, കഥയുടെ ഓർഡർ ഉണ്ടാവും. പക്ഷെ ഇന്നും
കണ്ടെത്തുന്ന വേറെ കുറെ കാര്യങ്ങൾ അവരുണ്ടാക്കുന്നു. അതിൽ പല സിനിമകൾ നല്ലതാണ്, നമ്മള് അത് വേറെ കുറ്റം പറയാൻ പറ്റില്ല. അതും കണ്ടിരിക്കുക, അതിൽ ലൈഫുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാലത്തിന് പഴയ കാലം നല്ലതായിരുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറും. എല്ലാം മാറും, എല്ലാം മാറും. ഇപ്പൊ സംഗീതം മാറും. ഇപ്പൊ സംഗീതം നമ്മൾ കേൾക്കുന്നത് ലോകം മുഴുവനുള്ള സംഗീതം നമുക്ക് ഒരു മിനിറ്റ്. അതെ, നമ്മളങ്ങനെ പഴയ കാലത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, അതല്ല തീർച്ചയായിട്ടും കണ്ടന്റിന്റെ കാര്യം പറയുന്നത്. കണ്ടന്റ് മനുഷ്യരുടെ ജീവിതമായാലും റഫീഖ പഴയ കാലത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ പല മനുഷ്യരുടെ ജീവിതങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. വളരെ സങ്കീർണമാണ് ഇപ്പൊ ജീവിതം. മുമ്പ് ഒരു പ്രത്യേക അത്ര ഉണ്ടായിരുന്നു. കഥകൾ മാത്രം നമ്മൾ സംഭാഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്, ഭയങ്കര പ്രധാനമാണ്. പഴയ കാലത്ത് വള്ളുവനാടൻ ഭാഷയാണ്, അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മോശമാണെന്നല്ല പറയണത്, ആ സിനിമയ്ക്ക് അതാണ് വേണ്ടത്. എം ടി ഒക്കെ അദ്ദേഹം അനുഭവിച്ച പക്ഷെ അല്ല, അടിസ്ഥാന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഒരു മാനുഷിക പ്രശ്നം അതിനകത്ത് ഉണ്ടാവുമായിരുന്നു. അതാണ് വിഷയം. ഇതിൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു സാധനം കിട്ടുന്നില്ല, അതാണ് വിഷയം. ഒരു പ്രത്യേക കഥ പറഞ്ഞു ഈ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് പറഞ്ഞില്ലേ, നമ്മുടെ ഈ സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഈ സെൻസറിന് കയറ്റുന്നതിന് മുൻപ് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാം ലോക്ക് ചെയ്തു എന്നുള്ളതിലേക്ക് ഞങ്ങൾ ആ സമയത്ത് ഒരു തിയേറ്റർ ടെസ്റ്റ്, ഈ ഓഡിയോ മിക്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ ടെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം സിനിമയായിട്ട് ബന്ധമില്ലാത്ത വെളിയിൽ നിന്നുള്ള ഒരു 10-25 പേരെയും കൂടെ നമ്മൾ സിനിമ കാണിച്ചു. പല പ്രായത്തിലുള്ള പല ടൈപ്പ് താല്പര്യങ്ങളുള്ള പല ടൈപ്പ് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണിച്ചു. നമ്മൾ ഇവരോട് പറഞ്ഞു നമ്മൾ എഡിറ്റ് ലോക്ക് ചെയ്തിട്ടില്ല, ഇനിയും സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് പൊതുവായ എന്തെങ്കിലും ഒരു സംഭവം വരുവാണ്, ഏതെങ്കിലും ഒരു സീൻ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഷഫിൾ ചെയ്യണമെന്ന് പറയുകയാണ്, ചില സീനിൻ്റെ പോർഷൻസ് കട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ റീഡബ് ചെയ്യണമെങ്കിൽ ചെയ്യാം, കളറിങ്ങിൽ മാറ്റങ്ങൾ വരുത്താം. റീഷൂട്ട് ചെയ്യാവുന്നൊരു സാഹചര്യം ഇനിയില്ല, പക്ഷേ മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ ഓപ്പണാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെല്ലാം കാണിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ക്രിപ്റ്റ് വായിക്കാത്ത ഏതെങ്കിലും തരത്തിൽ നമ്മളോട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെ ഈ സിനിമ കാണിക്കുന്നത്. ഒരു പ്രിവ്യൂ പോലെ, വെരി ഫസ്റ്റ് പ്രിവ്യൂ. അപ്പോൾ ഈ പ്രിവ്യൂ കഴിഞ്ഞു, നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇടപ്പള്ളിയായിരുന്നു, വനിതാ വിളിച്ച തിയേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇവരെന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവരൊക്കെ ഒരുതരം എന്താ പറയുന്നത്, ഒന്നും പ്രതികരിക്കുന്നില്ല. ഇവരിങ്ങനെ മിണ്ടാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, പരസ്പരമൊക്കെ നോക്കി ഇരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായി. അയ്യോ ഇത് വർക്കായില്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ അല്ല ഒന്നും പറഞ്ഞില്ല, ഒരു മിനിറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആരും വന്നിട്ട് പറഞ്ഞു ഇതിനൊന്ന് വെളിയിൽ വരട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതൊരു ഭയങ്കര ആദ്യം അടിച്ച ടെൻഷൻ ഭയങ്കര ഒരു സന്തോഷത്തിന് വഴിമാറി. അപ്പോൾ എന്താണേലും ഇവർക്ക് കഴിയുമ്പോൾ ചിലതൊക്കെ അവശേഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, അപ്പോൾ ഈ അടുത്തൊരു പ്രൊഡ്യൂസർ സൈഡിലുള്ള ഒരാൾ പറഞ്ഞത് ഒരു വലിയ പടം അവർ ഭയങ്കര പ്രതീക്ഷയോടെ ഇറക്കിയിട്ട് അത് ആൾക്കാർ ഏറ്റെടുത്തില്ല. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഇവർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പിടികിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ ഓഫീസിലെ ഒരു ജീവനക്കാരി ആയിട്ടുള്ള സ്ത്രീ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ വന്നിട്ട് പടം കണ്ട് സാറേ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത് നേരത്തെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ചോദിച്ചില്ല എന്നുള്ളത്. ഒരു റീ എഡിറ്റിൽ മനസ്സിലാക്കാൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞങ്ങളത് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ, ആ സീൻ കട്ട് ചെയ്യണമെന്ന് അവരാരും ആവശ്യപ്പെട്ടില്ല, പക്ഷെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആ ഒരു സീൻ കട്ട് ചെയ്താൽ നല്ലതായിരിക്കും മനസ്സിലായി. ആ സീൻ എന്നിട്ട് കട്ട് ചെയ്തു, വളരെ നന്നായി. ആ സീനിൽ ഒരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ്. ആക്ച്വലി ആ സീനായിരുന്നു ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ശരിക്കും ആ ഒരു സീനിൽ നിന്നായിരുന്നു എൻ്റെ മൂവി ഉണ്ടായി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ സാധനമാണ് നമ്മൾ എടുത്തു മാറ്റിയത്. പക്ഷേ പടം ഓക്കെയാണ്. ആ സീൻ ഇല്ലാത്തപ്പോഴാണ് കുറച്ചും കൂടെ നന്നായത്. ചെങ്ങന്നൂരിൻ്റെ പാട്ട് ഒരു വിഷ്വൽ റിലീസ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര രസമുണ്ട്. വിഷ്വൽ കാവന്ത എന്ന സ്ഥലം അത് ഭയങ്കര നല്ല രസമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ആ സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ്. മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത്, മൂലമറ്റം ഈസ്റ്റ് ആണ്. 9 മൂലമറ്റം ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഈ 2 മലകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് എവിടെയെങ്കിലും ഒരു ലോക്ക് പോലെയാണ്. അതാണ് ഈ മൂലമറ്റം എന്ന് പേര് തന്നെ വന്നത്. പണ്ടൊക്കെ അവിടുന്ന് പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, അതൊരു മൂലയാണ്. ഇപ്പോൾ പിന്നെ ഇങ്ങോട്ട് വഴി വെട്ടി ഇടുക്കി വാഗമണിനൊക്കെ കയറി പോവാം. പണ്ടിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പോകത്തില്ല. ഇപ്പോഴും ആ വഴി നേരെ തുറന്നിട്ടില്ല, ഈസ്റ്റിലേക്കുള്ള വഴി തുറന്നിട്ടില്ല. അപ്പോൾ അതാണ് കഥ. ആ വഴി പണിയാനായിട്ടാണ് ഇതിൽ നായകൻ വരുന്നത്. നാട്ടിൽ നടക്കുന്ന പലതും കണ്ടെത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദിലീഷ് പോത്തനാണ് നമ്മുടെ ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഞാൻ ഈ പറഞ്ഞ റോഡ് പണി ഇതിനായിട്ട് വരുന്നത്. പിന്നെ ദേവദർശിനി ചേതൻ എന്ന് പറയുന്ന നടിയാണ് ലീഡ് ഫീമെയിൽ റോൾ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് 2 റിക്വയർമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ആളായിരിക്കണം. പിന്നെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു മുഖം, അത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ. കാരണം ഈ ഒരു ക്യാരക്ടറിന്
ഇമോഷണലി ഇവർ പല രീതിയിൽ പോകുന്നുണ്ട്, പല ഗ്രാഫുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവരുത് അടുത്തത് ഇവരെന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാകാതിരുന്നാലാണ് കഥ ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. അപ്പം വേറെ ആര് വന്നാലും നമുക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സിനിമകൾ വെച്ച് ആലോചിച്ച് പ്രൊഡിക്റ്റ് ചെയ്യും. ഭയങ്കര predict ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത്. ഒരു അസാധ്യ ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തു. മലയാളി തന്നെയാണോ അവർ? അവർ തമിഴാണ്, തമിഴ്നാട്ടിൽ. അവർ മറ്റെല്ലാ ഭാഷകളും അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിൽ മാത്രം. മലയാളത്തിൽ അവരുടെ ആദ്യ സിനിമയാണ്. പിന്നെ ജാഫർ ഇടുക്കിയുണ്ട്. ഈ സ്ക്രിപ്റ്റിൽ പേരുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റ് ജാഫർ ഇടുക്കിയാണ്. നമ്മൾ ആളെ മനസ്സിൽ കണ്ട് എഴുതിയത് അത് മാത്രമാണ്. ആ ഭാഗത്തുള്ള ഒരാളായിട്ടാണ് ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന സരസനായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്. പിന്നെ അലൻ സീറുണ്ട്, TG രവി ഉണ്ട്, പിന്നെ നമ്മുടെ മാല പാർവതി, TG രവി ഉണ്ടല്ലോ. അവിടുത്തെ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. എല്ലാം ഈ പേര് കൊടുത്തിരിക്കുന്നതെല്ലാം അവിടുത്തെ ഒറിജിനൽ പേരുകളാണ്. പാപ്പച്ചൻ ചേട്ടൻ എന്നാണ് രവിചേട്ടൻ്റെ പേര്. അങ്ങനെ ഒരാളുണ്ട് ആക്ച്വലി, പാപ്പച്ചൻ ചേട്ടനുണ്ട്. ഇതെല്ലാം ഒറിജിനൽ സ്ഥലവും ഒറിജിനൽ പേരുകളും സ്ഥലപ്പേരുകളും. മൂലമറ്റം എന്നുള്ള സ്ഥലം മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം അതൊക്കെ ഒരു ഡയറക്റ്റ് റെഫറൻസ് വന്നു പോകുമ്പോൾ അതിൻ്റെ ആ സംഭവം പോകും. പക്ഷെ അതിന് ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഒറിജിനൽ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നവാസ് ജയരാജൻ കോഴിക്കോട് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, നവാസ് വള്ളിക്കുന്നുണ്ട്, ശ്രുതി ജയനുണ്ട്, പിന്നെ മീര വാസ്തവ് ഉണ്ട്. അത്യാവശ്യം നല്ല 10-40ഓളം എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റുകൾ. ക്യാമറ അനീഷ് ലാൽ ആർട്സ്, ഗോപി സുന്ദർ മ്യൂസിക്, പിന്നെ എഡിറ്റർ ബിജിത് ബാലയാണ്. ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഒരു ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജനുവരി 24-ലാണ് പടം വരുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കാണട്ടെ. എങ്ങനെയും ഒരു പുതിയ ഒരു പ്രമേയവും അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു സിനിമ മലയാളത്തിലുണ്ടാവുന്നതിൽ വലിയ സന്തോഷം. ആദ്യ തിരക്കഥല്ലേ? സന്തോഷം. പാട്ടും തിരക്കഥയും ഒരുമിച്ച് ശ്രദ്ധിക്കപ്പെട്ടെ.